ജീവിതത്തിൽ പ്രണയം തോന്നുന്ന ഒരാളിനോട് അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഒരിക്കലും തെറ്റല്ല. ഒരാൾക്ക് ഒരു പെണ്ണിനോട് പ്രണയം തോന്നുകയാണ്, അദ്ദേഹം അത് വിവാഹാഭ്യർത്ഥന നടത്തുന്നു, അതൊരിക്കലും എന്തല്ല, തെറ്റല്ല. അത് ആ പെണ്ണിന് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. പെണ്ണിന് മുമ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, ഈതർ അക്സെപ്റ്റ് ഓർ റിജക്റ്റ്. ഒരു പക്ഷേ പെണ്ണ് അത് ആ പ്രപ്പോസൽ അല്ലെങ്കിൽ വിവാഹ അഭ്യർത്ഥന റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രപ്പോസ് ചെയ്യുന്ന ആൾ ആ ടോപ്പിക്ക് എന്ത് ചെയ്യുക, അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. പെണ്ണ് ഡയറക്റ്റ് പ്രപ്പോസലിന് മാരേജ് പ്രപ്പോസലിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആ ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകരുത് കേട്ടോ. അതാണ് ബെറ്റർ കേട്ടോ. മറിച്ച് പെൺകുട്ടി താല്പര്യം അറിയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് മാരേജ് പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതുമായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ പ്രണയം തോന്നിയ ഒരു പെണ്ണിനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നതല്ല ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഒരിക്കലും തെറ്റല്ല. പിന്നെ അക്സെപ്റ്റ് ചെയ്യുമോ റിജക്റ്റ് ചെയ്യുമോ അത് വേറെ കാര്യം കേട്ടോ. ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഒരു പക്ഷേ കേട്ടോ റിജക്റ്റ് വീണ്ടും പറയുകയാണ്, പെൺകുട്ടി അല്ലെങ്കിൽ പെണ്ണ് അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് പാടില്ല, പിന്നീട് ആവർത്തിയാൻ പാടില്ല. ഒരിക്കൽ റിജക്റ്റ് ചെയ്ത് പ്രപ്പോസൽ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്ന് പറയുകയാണ്. ഒരു വിവാഹാഭ്യർത്ഥന നടത്തുന്നതല്ല തെറ്റല്ല കേട്ടോ. ഇഷ്ടം തോന്നുന്ന ഒരാളോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നത് തെറ്റല്ല. തെറ്റാകും എപ്പോഴാണെന്നറിയാം, ഞാൻ പറഞ്ഞുതരാം. ഒരു പക്ഷേ ഒരാൾക്ക് പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നു, അത് അയാൾ വിവാഹാഭ്യർത്ഥന നടത്തുന്നത് തെറ്റാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നിലവിൽ ഇദ്ദേഹം ഏതെങ്കിലും പെൺകുട്ടിയുടെ ഹസ്ബൻഡാണെങ്കിൽ അതെന്താണ്, തെറ്റാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ പെണ്ണ് മറ്റ് ആരുടെയെങ്കിലും വൈഫാണെങ്കിൽ ഈ വിവാഹാഭ്യർത്ഥന നടത്തുന്നത് എന്താണ്, തെറ്റാണ് കേട്ടോ. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി ഇരുവരും ഡിവോഴ്സ് ആണെങ്കിൽ അതൊരു വിഷയമില്ല കേട്ടോ. ഇപ്പോൾ അദ്ദേഹം ഡിവോഴ്സ് ആണെങ്കിൽ ഇത് ബാധകമല്ല കേട്ടോ. ജീവിതത്തിൽ നിന്ന് പ്രണയം തോന്നാത്തവരുടെ കാര്യമില്ല. ആരോടെങ്കിലുമൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പ്രണയം തോന്നിയിട്ടുണ്ടാകും. ചിലർ അത് തുറന്നു പറയും, ചിലർ തുറന്നു പറയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും പ്രണയം തോന്നുന്നൊരു പെണ്ണിനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നത് തെറ്റാണെന്ന് എന്തില്ല, ഞാൻ പറയില്ല.